സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പ്. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് പാമ്പിനെ കണ്ടത്. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. ഷഫീദ്, എവിടെയാണ് പാമ്പിനെ കണ്ടത്? എന്താണ് ഷഫീദ് അവിടെ സംഭവിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഈ സെക്രട്ടേറിയറ്റിലെ പൈതൃക സംരക്ഷണ കെട്ടിടമായിട്ടുള്ള പഴയ നിയമസഭാ മന്ദിരത്തിൽ ഇപ്പോൾ കുറച്ചധികം വകുപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ തുടർച്ചയായി ഈ പാമ്പിനെ കാണുന്നത്. കഴിഞ്ഞ ദിവസം ജലവിഭവ വകുപ്പിൻ്റെ അവരുടെ ഒരു ഇടനാഴിയിൽ വെച്ചൊരു പാമ്പിനെ കാണുകയും മണിക്കൂറുകളോളം ഹൗസ് കീപ്പിംഗ് ജീവനക്കാർ അവിടെ പരിശോധന നടത്തുകയും പിന്നീട് പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. ഇന്ന് രാവിലെ 10:15 കൂടിയാണ് പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിനുള്ളിൽ ഈ പാമ്പിനെ കണ്ടത്. തുടർന്ന് ഈ പരിഭ്രാന്തരായ ജീവനക്കാർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടുകയും ഒടുവിൽ ചില ആളുകൾ അവിടേക്ക് എത്തി, അതായത് ജീവനക്കാരിൽ ചില ആളുകൾ തിരിച്ചവിടേക്ക് എത്തി ഈ പാമ്പിനെ അടിച്ചു കൊല്ലുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ജീവനക്കാരുടെ പരാതിയുണ്ട്. ഏതായാലും ഈ ആഴ്ചക്കിടയിൽ ഇത് 2ാം തവണയാണ് സെക്രട്ടേറിയറ്റിലെ ഓഫീസിനുള്ളിൽ പാമ്പിനെ കാണുന്നത്. ഗോപികൃഷ്ണൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.